വ്രതം എടുക്കുന്നതെന്ന് പറയുന്നത് ഒരിക്കലൂണായിട്ട് എടുക്കുന്നവരുണ്ട്, പൂർണ്ണ ഉപവാസം എടുക്കുന്നവരുണ്ട്, അതുപോലെ തന്നെ തരങ്ങൾ മാത്രം കഴിക്കുന്നവര്, അങ്ങനെയൊക്കെ ഉണ്ട്. അപ്പൊ നമ്മുടെ ആരോഗ്യവശാൽ എങ്ങനെയാണ് ഉത്തമം നോക്കി എടുക്കുന്നതായിരിക്കും ഉത്തമം എന്ന് പറയുന്നത്. ഇനി വ്രതം എടുത്ത് പരിചയമുള്ള, ഉപവാസ വ്രതമൊക്കെ എടുത്ത് പരിചയമുള്ളവരും ഇതിനു മുമ്പ് വ്രതങ്ങളൊക്കെ എടുക്കുന്നവരും ആരോഗ്യവശാൽ നല്ല ബലമുള്ള ഒരാളും ആണെങ്കിൽ എന്ത് ചെയ്യുക, ഉപവാസവ്രതം എടുക്കുന്നതാണ് ഏറ്റവും ഉത്തമം എന്ന് പറയുന്നത്. അതുപോലെ തന്നെ അന്നേ ദിവസം എന്ത് ചെയ്യണം, ഉറക്കം വേണം അല്ലെ. ശിവരാത്രി വ്രതത്തിന് നമ്മൾ എന്ത് ചെയ്യണം, ഉറക്കം ചെയ്യണം എന്നാണ് പറയാം. ഉറക്കം അറിയുക എന്ന് പറയുമ്പോൾ വീട്ടിലെ TV സീരിയല്, മൊബൈല്, ഷോർട്സ്, റീൽസ് ഇതൊക്കെ കണ്ട് സമയം കളയല്ല. അല്ലെങ്കിൽ അമ്പലത്തിൽ പോയേക്കുവാണെങ്കിൽ അവിടുത്തെ കലാപരിപാടികൾ കണ്ടോ, അല്ലെങ്കിൽ ആളുകളോട് കണ്ട് സംസാരിച്ചോ, അങ്ങനെയൊന്നും സമയം കളയല്ല. അല്ലെങ്കിൽ അങ്ങനെ കളയല്ല. നമ്മൾ അന്നേ ദിവസം എന്ത് ചെയ്യാം, പൂർണ്ണമായിട്ട് ഭഗവാനെ ലയിക്കുക, ഭഗവാന്റെ മന്ത്രങ്ങൾ ജപിക്കുക. അപ്പം ക്ഷേത്രത്തിൽ പോകാൻ പറ്റിയില്ല, വീട്ടിലാണെങ്കിൽ നമ്മൾ എന്ത് ചെയ്യുക, വീട്ടിൽ നിന്ന് എന്ത് ചെയ്യാം, മഹാദേവ മന്ത്രങ്ങൾ, അഷ്ടോത്തരങ്ങൾ ജപിക്കാം, സഹസ്രനാമം ജപിക്കാം. ഓം നമഃ ശിവായ എന്ത് ചെയ്യാം, മനസ്സറിഞ്ഞ് ജപിച്ചുകൊണ്ടേയിരിക്കുക കേട്ടോ. അപ്പം എന്താണ്, കൂടുതൽ നമുക്ക് ഭഗവാനിലേക്ക് അടുക്കാൻ സാധിക്കും.